ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്നാണ് തുടങ്ങാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലേക്കാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഗ്രാൻഡ് ലോഞ്ചിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ എത്തുന്നത് ഈ പറയുന്ന പോലെ തന്നെ പുതിയ ചില മാറ്റങ്ങളുമായിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് ലാലേട്ടൻ തന്നെ മാറിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ഒരു സീസൺ ഇത്രയും ഡിലേ ആവാനായിട്ടുള്ള ഒരു കാരണം ഹോസ്റ്റിന്റെ ഈ പറയുന്ന ഡേറ്റ് തന്നെയാണ്. ഇപ്പൊ ലാലേട്ടൻ ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതും അതുപോലെ തന്നെ ചെറിയ താല്പര്യക്കുറവുള്ളത് കൊണ്ടുമാണ് ഇപ്പൊ മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടി വന്നതും. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറും ജിയോ സിനിമാസും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരൽ, ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്, ആ ഒരു കൂടിച്ചേരലും ബിഗ് ബോസ് സീസൺ 7 ഇത്രയും ഒരു താമസം വരാനായിട്ടുള്ള ഒരു കാരണമായിരിക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതാ സീസൺ വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിലേക്കാണ് ഇപ്പൊ ഈ ഒരു സീസണിന്റെ ഗ്രാൻഡ് ലോഞ്ച് നീട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ ഓഡീഷൻ ഗോളും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 15 മുതൽ ഓഡീഷൻ ഗോൾ പല കണ്ടസ്റ്റൻസിനും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ വിളിച്ച് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് ബിഗ് ബോസിന്റേത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1500-ലധികം കണ്ടസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നൊരു 20 പേരെ ആയിരിക്കും ഏറ്റവും അവസാനം സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ ഒരുപാടധികം സമയം ഇപ്പോൾ ബിഗ് ബോസിന്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയറിനായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിന്റെ കോൺസെപ്റ്റിനായാലും എല്ലാത്തിനും ഒരുപാട് സമയം ഇപ്പോൾ ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെയാണെങ്കിലും ഓഡിഷൻ ഗോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൺഫേം ആയിട്ട് അറിഞ്ഞതാണ്. പല സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സിന്റെയും അതുപോലെ തന്നെ സിനിമ ആക്ടേഴ്സിന്റെയും സീരിയൽ ആക്ടേഴ്സിന്റെ ഒക്കെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ പേരിൽ നമ്മളൊരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ പറയുന്ന ഈ ഒരു ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോകാനായിട്ടുള്ള ഒരുപാടധികം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഈ ഒരു ഇയറിൽ നല്ല രീതിയിൽ വൈറലായിട്ട് വന്നിട്ടുണ്ട്. ആ പറയുന്ന എല്ലാ വ്യക്തികൾക്കും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ ഗോളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന കേസ് നോക്കുകയാണെങ്കിൽ യാതൊരു ഉറപ്പും ഈ ഒരു സമയത്ത് പറയാൻ കഴിയില്ല. ലാലേട്ടൻ എഗ്രിമെന്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാടധികം സിനിമയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇൻവോൾവ് ആയതുകൊണ്ട് ചെറിയൊരു ടൈം ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുവരെ എഗ്രിമെന്റ് ലാലേട്ടൻ സൈൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ലാലേട്ടന് പകരം പൃഥ്വിരാജിനെ ആയിരുന്നു ആദ്യമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പൃഥ്വിരാജിന് യാതൊരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ആ ഒരു ഇത് വേണ്ടാന്ന് ഒക്കെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ് നമ്മുടെ ടൊവിനോ തോമസിനെയും കൂടി ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ഈ ഷോ ആങ്കർ ചെയ്യാനായിട്ട് അപ്ഡേറ്റ്. പിന്നെ ഈ അടുത്ത കാലത്താണ് പുതിയൊരു ആളെ കൂടി ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മറ്റാരുമല്ല, നമ്മുടെ ടൊവിനോ തോമസിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഷോ ആങ്കർ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ലാലേട്ടനെ തന്നെ കൺഫേം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സമയമുണ്ട് മുന്നിൽ. ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാസങ്ങൾ ഇനി മുന്നിൽ കിടക്കുകയാണ്. 4-5 മാസങ്ങൾ ഇപ്പോൾ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓഡീഷനും അതുപോലെ തന്നെ ആങ്കറിനെയും ഒക്കെ കണ്ടെത്താൻ ായിട്ടുള്ള ഒരുപാട് സമയമുണ്ട്. അതുപോലെ തന്നെ സീസൺ ഒരു പുതിയ രീതിയിലാണ് ഈ പ്രാവശ്യം എത്താൻ പോകുന്നതും ഒന്നൊരു അറിയിപ്പ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്